എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +2 ഹയർ സെക്കൻഡറി സേവർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ, അതുപോലെ തന്നെ റീവാലുവേഷൻ, സ്ക്രൂട്ടിനി, ഫോട്ടോ കോപ്പി എന്നിവയ്ക്കായിട്ടുള്ള അപേക്ഷകൾ വിദ്യാർത്ഥികൾക്ക് 2 അപേക്ഷകളും വിദ്യാർത്ഥികൾക്ക് നൽകാൻ സാധിക്കുമോ? അങ്ങനെ നൽകുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് 2025 ജൂൺ മാസത്തിൽ നടക്കുന്ന +2 സേവർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് നിലവിൽ ഇപ്പോൾ അപേക്ഷിക്കാൻ സാധിക്കുന്ന റീവാലുവേഷൻ, സ്ക്രൂട്ടിനി, ഫോട്ടോ കോപ്പി എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലേക്കുള്ള അപേക്ഷകൾ നിങ്ങൾക്ക് മെയ് 27 വരെയാണ് നിങ്ങൾക്ക് നൽകാനായിട്ട് സാധിക്കുക. നിങ്ങൾ 2025 മാർച്ച് മാസത്തിലെ +2 പരീക്ഷയ്ക്ക് വിവിധ വിഭാഗങ്ങളിലായിട്ട്, അതായത് കമ്പാർട്ട്മെൻറ്റൽ, റെഗുലർ എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലായിട്ട് പരീക്ഷയ്ക്ക് ഏത് സ്കൂളിലാണോ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളത് ആ ഒരു സ്കൂളിലെ പ്രിൻസിപ്പാളിനാണ് വിദ്യാർത്ഥികൾ ഈ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷ ഓൺലൈനായിട്ടല്ല, നിങ്ങൾ സ്കൂളിൽ നേരിട്ട് പോയിട്ടാണ് ഈ ഒരു അപേക്ഷ കൊടുക്കേണ്ടത്. അപേക്ഷ കൊടുക്കുന്നതിനായിട്ട് അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്നതാണ് റീവാലുവേഷനും അതുപോലെ തന്നെ +2 സേവർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്കും അപേക്ഷിക്കാമോ, അപേക്ഷിച്ചതുകൊണ്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ഒരു വിദ്യാർത്ഥി ഇപ്പോൾ റീവാലുവേഷനും കൊടുക്കുന്നു, അതുപോലെ തന്നെ നിങ്ങൾ സേ പരീക്ഷയ്ക്കും അതുപോലെ തന്നെ അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്കും കൊടുക്കുന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു റീവാലുവേഷന് അപേക്ഷിച്ച് നിങ്ങൾ ജയിക്കുകയാണ്. അങ്ങനെ ജയിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സേ പരീക്ഷയുടെ ആ ഒരു സബ്ജക്റ്റിൻ്റെ മാർക്ക് പരിഗണിക്കില്ല. അതല്ലെങ്കിൽ സേ പരീക്ഷ നിങ്ങൾ പിന്നീട് ആ ഒരു ജയിച്ചിട്ടുണ്ടെങ്കിൽ, റീവാലുവേഷന് ശേഷം നിങ്ങൾ ഏതെങ്കിലും സബ്ജക്റ്റ് ജയിക്കുകയാണെങ്കിൽ പിന്നീട് നിങ്ങൾ സേ പരീക്ഷ എഴുതേണ്ടതില്ല. കാരണം സേ പരീക്ഷ എഴുതിയാലും ആ ഒരു മാർക്ക് പരിഗണിക്കില്ല. കാരണം റീവാലുവേഷൻ വഴി നിങ്ങൾ ജയിച്ചിട്ടുണ്ടെങ്കിൽ ആണ് ഈ ഒരു കാര്യം പറയുന്നത്. എന്നാൽ റീവാലുവേഷൻ റിസൾട്ട് വരുന്ന സമയത്തേക്ക് നിങ്ങൾ ജയിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ സേ പരീക്ഷ എഴുതേണ്ടതും സേ പരീക്ഷയിൽ ലഭിക്കുന്ന മാർക്കായിരിക്കും പരിഗണിക്കപ്പെടുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. എന്നാൽ നിങ്ങൾക്ക് റീവാലുവേഷൻ അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾ ഇംപ്രൂവ്മെൻറ്റിന് കൂടി അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇംപ്രൂവ്മെൻറ്റിനാണോ റീവാലുവേഷനാണോ ഏതാണ് കൂടുതൽ ആ ഒരു മാർക്കായിരിക്കും പരിഗണിക്കുക. അപ്പോൾ നിങ്ങൾ റീവാലുവേഷനും അതുപോലെ തന്നെ സേ അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്കും അപേക്ഷ സമർപ്പിക്കുന്നതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള പ്രോബ്ലവും ഇല്ല. നിങ്ങൾക്ക് പൈസ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇനി റീവാലുവേഷൻ്റെയും അതുപോലെ മറ്റ് കാര്യങ്ങളുടെ ഫീസും കാര്യങ്ങളൊക്കെ വരാം. റീവാലുവേഷനുള്ള ഫീസ് എന്ന് പറയുന്നത് ഒരു സബ്ജക്റ്റിന് 500 രൂപയാണ് ഫീസ് വരിക. 500 രൂപ പെർ സബ്ജക്റ്റാണ് ഫീസ് വരുന്നത്. അതുപോലെ തന്നെ സ്ക്രൂട്ടിനി എന്ന് പറയുമ്പോൾ സൂക്ഷ്മ പരിശോധനയാണ്, അതിന് 100 രൂപയാണ് വരിക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും സബ്ജക്റ്റിൻ്റെ ആൻസർ ഷീറ്റ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഫോട്ടോ കോപ്പിക്ക് അപേക്ഷിക്കാം. ഫോട്ടോ കോപ്പിക്ക് 300 രൂപയാണ് ഫീസ് വരുന്നത്. അപ്പോൾ ഈ ഒരു അപേക്ഷകളൊക്കെ, അതായത് റീവാലുവേഷനും സ്ക്രൂട്ടിനിക്കും ഫോട്ടോ കോപ്പിക്കും സെപ്പറേറ്റ് അപേക്ഷകളാണ്. നിങ്ങൾ ഏതിനൊക്കെയാണ് കൊടുക്കുന്നത് അതിനനുസരിച്ച് സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ ഫോം വാങ്ങി ഫില്ല് ചെയ്തിട്ട് സ്കൂളിൽ കൊടുത്താൽ മതി. അതായത് സ്കൂളിലെ പ്രിൻസിപ്പാളിന് മെയ് 27 കൊടുത്താൽ മതി. അതുപോലെ തന്നെ റീവാലുവേഷൻ കൂടാതെ നിങ്ങൾക്ക് ഈ ഒരു +2 സേവർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയിൽ നിങ്ങൾ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയാണ് എഴുതുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു വിഷയമാണ് ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റുക. ഒരു വിഷയത്തിന് 500 രൂപയാണ് ഫീസ് വരുന്നത്. അതോടൊപ്പം 40 രൂപ സർട്ടിഫിക്കറ്റ് ഫീസുമാണ് ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് വരുന്നത്. അതുപോലെ തന്നെ DHSCയുടെ സ്പെഷ്യൽ ഓർഡർ ഉണ്ടെങ്കിൽ മാത്രമാണ് ഒന്നിലധികം സബ്ജക്റ്റ് ഈ ഒരു ഇംപ്രൂവ്മെൻറ്റ് എഴുതാൻ പറ്റുള്ളൂ. ഇംപ്രൂവ്മെൻറ്റ് എഴുതി കഴിഞ്ഞാൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ നമ്പർ ഓഫ് ചാൻസ് 1 എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം ഓൾറെഡി നിങ്ങൾ ജയിച്ചിട്ട് മാർക്ക് കൂടാൻ വേണ്ടിയിട്ട് മാത്രമാണ് പരീക്ഷ എഴുതുന്നത്. അതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് ചാൻസ് 1 എന്ന് തന്നെയാണ് ഉണ്ടാവുള്ളൂ. ഇനി അടുത്തത് +2 സേ പരീക്ഷയാണ്. +2 സേ പരീക്ഷ നിങ്ങൾക്ക് 6 വിഷയങ്ങൾ തോറ്റിട്ടുണ്ടെങ്കിൽ 6 വിഷയം നിങ്ങൾക്ക് സേ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. തിയറി മാത്രമേ നിങ്ങൾ ഒരു സബ്ജക്റ്റിൻ്റെ എഴുതുന്നുള്ളൂ എങ്കിൽ 150 രൂപയാണ് വരിക. ഏതെങ്കിലും സബ്ജക്റ്റിൻ്റെ പ്രാക്ടിക്കലിൻ്റെ സേയോ അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റോ നിങ്ങൾ എഴുതുന്നുണ്ടെങ്കിൽ 175 രൂപ പെർ സബ്ജക്റ്റാണ് ഫീസ് വരിക. ഇതോടൊപ്പം 40 രൂപ സർട്ടിഫിക്കറ്റ് ഫീസും വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു അപേക്ഷകൾ വിദ്യാർത്ഥികൾ നിങ്ങളുടെ സ്കൂളിലാണ് സമർപ്പിക്കേണ്ടത്. ഏത് സ്കൂളാണോ 2025 മാർച്ചിലെ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു സ്കൂളിലെ പ്രിൻസിപ്പാളിനാണ് ഈ ഒരു അപേക്ഷ നൽകേണ്ടത്. മെയ് 27 അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അതുപോലെ തന്നെ റീവാലുവേഷൻ അപേക്ഷിച്ചാൽ മാർക്ക് കൂടുമെന്ന് വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. റീവാലുവേഷൻ അപേക്ഷിച്ചാൽ മാർക്ക് കൂടുമെന്ന് നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ടെങ്കിൽ അപേക്ഷിക്കുക. അല്ലാതെ റീവാലുവേഷൻ വെറുതെ കൊടുത്തു എന്നുള്ളതുകൊണ്ട് നിങ്ങൾക്ക് മാർക്ക് കൂടണം എന്നില്ല. നിങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടായിരിക്കണം മാർക്ക് കൂടും എന്നുള്ളത്. അതുപോലെ തന്നെ റീവാലുവേഷൻ അപേക്ഷിച്ച് ആർക്കൊക്കെയാണ് റീഫണ്ട് കിട്ടുക എന്ന് പറയാം. റീവാലുവേഷൻ അപേക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീഫണ്ടിന് അർഹത ഉണ്ടാവുന്നത് 10% മാർക്ക് കൂടുമ്പോഴാണ്. അപ്പോൾ 10% മാർക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 80 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ നിങ്ങൾക്ക്, അതായത് റീവാലുവേഷൻ മുമ്പ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൽ 20 മാർക്കാണെന്ന് വിചാരിക്കുക. റീവാലുവേഷന് കൊടുത്ത ശേഷം നിങ്ങൾക്ക്, അതായത് ഇതിൻ്റെ 80ൻ്റെ 10% എന്ന് പറയുമ്പോൾ 8 മാർക്കാണ് വരിക. റീവാലുവേഷന് ശേഷം നിങ്ങൾക്ക് നോക്കുമ്പോൾ 28 മാർക്കോ അതിൽ
കൂടുതലോ കിട്ടിയിട്ടുണ്ട്, അതായത് 8 മാർക്കോ അതിൽ കൂടുതലോ കൂടിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് 10% മാർക്ക് കൂടി, അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പൈസ റീഫണ്ടായിട്ട് കിട്ടുന്നതായിരിക്കും. ഇനിയിപ്പോൾ 60 മാർക്കിൻ്റെ വിഷയം ആണെങ്കിൽ 60 മാർക്കിൻ്റെ 10% എന്ന് പറയുമ്പോൾ 6 മാർക്കാണ്. അപ്പോൾ റീവാലുവേഷന് മുമ്പ് നിങ്ങൾക്ക് 20 മാർക്കാണ്, റീവാലുവേഷന് ശേഷം നിങ്ങൾക്ക് 26 മാർക്ക് കിട്ടി, അതായത് 6 മാർക്ക് എക്സ്ട്രാ കിട്ടി. 6 മാർക്കോ അതിൽ കൂടുതൽ 26 27 ഒക്കെ കിട്ടുകയാണെങ്കിൽ 6 മാർക്കോ അതിൽ കൂടുതലോ മാർക്ക് കൂടും. അപ്പോൾ അങ്ങനെയെങ്കിൽ ആ ഒരു 10% മാർക്ക് കൂടും. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഏതൊക്കെ വിഷയങ്ങൾക്കാണോ 10% മാർക്ക് കൂടിയിട്ടുള്ളത് ആ ഒരു പൈസ, അതായത് 10% കൂടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൈസ റീഫണ്ട് ഇനത്തിലായിട്ട് കിട്ടുന്നതായിരിക്കും. റീഫണ്ടായിട്ട് കിട്ടുക നിങ്ങളുടെ സ്കൂളിലെ പ്രിൻസിപ്പാൾ ആണ് നിങ്ങൾക്കിത് തരിക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു പ്രൈവറ്റ് വിഭാഗം അല്ലെങ്കിൽ എയ്ഡഡ് വിഭാഗം സ്കൂളുകളിൽ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ ഈ ഒരു സേവർ ഇംപ്രൂവ്മെൻറ്റ് അതുപോലെ റീവാലുവേഷൻ എന്നിവയ്ക്ക് അപേക്ഷിക്കാൻ പോകുന്ന സമയത്ത് നിങ്ങളുടെ +2 ഈ ഒരു അപേക്ഷയോടൊപ്പം, അതായത് +2 റിസൾട്ടിൻ്റെ കോപ്പി, നിങ്ങളുടെ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം, ഫോട്ടോ, അപേക്ഷാ ഫീസ് എന്നിവയോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾ നിങ്ങളുടെ ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പി കൂടി കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഈ ഒരു ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും നിങ്ങൾക്ക് റീഫണ്ട് തുക ഉണ്ടെങ്കിൽ വരിക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു റീവാലുവേഷൻ, സ്ക്രൂട്ടിനി, ഫോട്ടോ കോപ്പി എന്നിവയ്ക്ക് അപേക്ഷിക്കുന്നതിനോടൊപ്പം നിങ്ങൾക്ക് ഈ ഒരു +2 സേവർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കുന്നതിനും പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ മെയ് 27-ാം തീയതിക്കുള്ളിൽ തന്നെ ഇതിൻ്റെ അപേക്ഷകളൊക്കെ നൽകാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.